ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ താളി തലയത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള കുറച്ച് പ്രിപ്പറേഷനിലാണ്. ഇതെൻ്റെ വീട്ടിലെ വയലറ്റ് കളർ പൂവാണ് കേട്ടോ. ഇതാ ഓണത്തിൻ്റെ ടൈമൊക്കെ നമുക്ക് പൂക്കളൊക്കെ ഇടാൻ നല്ല അടിപൊളി രസമാണ്. അതേപോലെ തന്നെ ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അടിപൊളിയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ റോസാണ് കൂടുതലുള്ളത്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താളി പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളെ വീട്ടിലെ ചെമ്പരത്തി ചെയ്യിച്ചിട്ടില്ല ശരിക്കും. അതുകൊണ്ട് നമ്മളെ അപ്പുറത്ത് വീട്ടിൽ നിന്നാണ് ചെമ്പരത്തി പറിക്കാൻ വേണ്ടി പോയത്. ഒരു ചെമ്പരത്തി സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇലയാണ് കിട്ടിയിട്ടുണ്ടായത്, ബാക്കി വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ഇലയും ഒരു ചെമ്പരത്തിയും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കത് വേഗം താളിയാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം അതൊന്ന് വേഗം കഴുകിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പൊടികളുണ്ടാവും. അത് നമ്മൾ ചീർപ്പോണ്ട് വാരി വാരി കളഞ്ഞാലും മതി. ഒന്ന് മുടി ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് മസാജ് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടമുണ്ടതാ. അമ്മേനെ കൊണ്ട് ഞാൻ തലയിൽ ഫുള്ള് ആ ഒരു സംഭവം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അധികം താളിയൊന്നും തേക്കുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് അതിന് വേണ്ടി സമയം കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ സ്റ്റഡി ലീവ് ആയതുകൊണ്ടാണ് ഫുൾ താളി തേച്ച് പിടിപ്പിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഫുൾ ഒന്ന് കുളിച്ചിട്ടുണ്ട്. അതിന് പൊടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചീർപ്പും കൊണ്ട് തട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി എന്നാ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉപ്പിലിടാം. അപ്പോൾ ഇത് കുടുംബശ്രീയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അച്ചാറാണ്, മാങ്ങ അച്ചാർ. ഇത് 100 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇത് ഞാൻ സെക്കൻഡ് ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കുപ്പിയിൽ ഉപ്പിലിടാന്ന്. ആ ഒരു 100 രൂപയ്ക്ക് ഈ ഒരു അച്ചാർ വേർത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും കാന്താരി നമുക്ക് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി പോവാണ്. അതേപോലെ തന്നെ അമ്മമ്മ കൊടുത്തയച്ച വെള്ള കാന്താരി കേട്ടോ. ഇത് ഇത്രയും പച്ചയല്ല, ഫോണിൽ അങ്ങനെ കാണുന്നതാണ്. കുറച്ച് വെള്ളയും കുറച്ച് പച്ച കളറിലായിട്ടുള്ളൊരു കാന്താരിയും കൂടിയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലാണ് ഇടുന്നത്. ശരിക്കും പ്ലാസ്റ്റിക് പാത്രത്തിലല്ല ഇടേണ്ടത്, ഭരണിയിലൊക്കെയാണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ ഭരണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് കാന്താരി പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടുന്നത് കേട്ടോ. അതിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തു, പകുതി വിനാഗിരിയും പകുതി വെള്ളം കൂടി ഒഴിച്ചതാ മിക്സാക്കി വെച്ചിട്ടുണ്ട്.